നമസ്കാരം. ശനി എന്ന് കേട്ടാൽ ഏവർക്കും ഭയം തന്നെയാകുന്നു. എന്നാൽ നാം മനസ്സിലാക്കേണ്ടതായ കാര്യം, ശനി ഒരിക്കലും ക്രൂരനല്ല. നമ്മുടെ കർമ്മഫലം അനുസരിച്ച് ഫലങ്ങൾ നൽകുന്നതായ ദേവനാകുന്നു. നിങ്ങളുടെ കർമ്മഫലം അത് നിങ്ങൾക്ക് അനുകൂലമാണ് എങ്കിൽ ശനി നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങളാണ് നൽകുക. എന്നാൽ നേരെ തിരിച്ചാണ് എങ്കിൽ ദോഷകരമായ ഫലങ്ങൾ ശനി നൽകും. എന്നാൽ ശനിയുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കുമ്പോൾ അറിയേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, ശനിയുമായി ബന്ധപ്പെട്ട ഗ്രഹദോഷങ്ങൾ മാറാൻ വർഷങ്ങളെടുക്കും എന്നതാണ്. അതിനാൽ തന്നെയാണ് പലർക്കും ശനിയെ ഭയം. എന്നാൽ ശനിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ ശനി തന്റെ മൂല ത്രികോണ രാശിയായ കുംഭത്തിലാണ് ഉള്ളത്. ശനിയുടെ ഈ സ്ഥാനം ശുഭകരമായാണ് കരുതപ്പെടുന്നതും. അതിനാൽ തന്നെ ഇപ്പോൾ വക്രഗതിയിൽ അഥവാ പിന്നോട്ടാണ് ശനി സഞ്ചരിക്കുന്നത്. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ശനിയുടെ സഞ്ചാരഗതിയിലുള്ള മാറ്റം ഈ രാശിക്കാർക്ക് വളരെ അനുകൂലമായി തീരും. മകരം രാശിയുടെ 1, 2 ഭാവങ്ങളുടെ അധിപൻ കൂടിയാണ് ശനി. രണ്ടാമത്തെ ഭാവത്തിലാണ് ശനി നേർരേഖയിൽ സഞ്ചരിക്കാനായി തുടങ്ങുന്നതും. അതിനാൽ തന്നെ നിങ്ങൾക്ക് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. വളരെ കാലമായി ഒരു കാര്യത്തിനായി നിങ്ങൾ ശ്രമിക്കുകയും എന്നാൽ ആ കാര്യം നിങ്ങൾക്ക് അനുകൂലമാകാതിരിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം. ശ്രമങ്ങൾ നടത്തുന്നതിലൂടെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. കൂടാതെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പൂർണ്ണമായ സംതൃപ്തി നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് കരുതി മനസ്സ് വിഷമിച്ചിരിക്കുന്നതായ ധനം അഥവാ നൽകിയിരിക്കുന്നതായ പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സാമ്പത്തികപരമായി നിങ്ങൾ അത്ര അനുകൂലമായ സമയത്തിലൂടെയല്ല കടന്നു പോകുന്നത് എന്ന് തന്നെ പരാമർശിക്കാം. പണം വരുന്നുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ പണം കൈകളിൽ നിൽക്കുന്നില്ല. അതാണ് പ്രശ്നമെങ്കിൽ ചില മാറ്റങ്ങൾ ഈ സമയം വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ജോലിക്കായി ശ്രമങ്ങൾ നടത്തി നിരാശപ്പെടുന്നവരാണ് എങ്കിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കാം. കൂടാതെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കുകയും മറ്റുള്ളവരുടെ പ്രശംസ അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളിലും വിജയം നേടുവാൻ അത് അനിവാര്യവുമാണ്. അത് നിങ്ങൾക്ക് സാധിക്കും എന്നാണ് ഫലമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത്. കൂടാതെ ഈ സമയം വിജയങ്ങൾ കൂടുതലായി നേടിയെടുക്കുവാൻ സാധിക്കും. വളരെ കാലമായി മനസ്സിനെ അലട്ടിയിരുന്നതായ ചില പ്രശ്നങ്ങൾ അത് ആരോഗ്യ പ്രശ്നങ്ങളാണ് എങ്കിലും മാനസികപരമായ ചില വിഷമങ്ങളാണ് എങ്കിൽ പോലും അതിൽ നിന്നും മോചനം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം തടസ്സങ്ങൾ ഒഴിയുകയും കാര്യവിജയങ്ങൾ വന്നു ചേരുകയും കുടുംബത്തിന് നിങ്ങൾ ഒരു ഭാഗ്യമായി മാറുന്നതായ സമയം വന്ന് ചേരുകയും ചെയ്യാം. അതിനാൽ തന്നെ ഈ സമയം ശനിദേവനെയും പരമശിവനെയും ഹനുമാൻ സ്വാമിയെയും ഭജിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ഇടവം രാശിക്കാർ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങളുടെ രാശിയുടെ അഥവാ ഇടവം രാശിയുടെ 10ാമത്തെ ഭാവത്തിലാണ് ശനി നേർരേഖയിലുള്ള സഞ്ചാരം ആരംഭിക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് പലവിധ നേട്ടങ്ങൾ വന്നു ചേരാം. പ്രധാനമായും ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാം. കരിയറുമായി ബന്ധപ്പെട്ട ജോലി, അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ജോലി ലഭിക്കുകയോ അല്ലെങ്കിൽ തൊഴിൽ മേഖലകളിൽ നിങ്ങളുടെ കഴിവ് തെളിയിച്ച് മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് സാമ്പത്തികപരവും അല്ലാതെയും നേട്ടങ്ങൾക്ക് കാരണമായി തീരും. പുതിയ തൊഴിൽ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തി എന്ന് വരാം. ജോലിയുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകരുടെയും ഉന്നത അധികാരികളുടെയും സഹകരണം നിങ്ങൾക്ക് ലഭിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. ഊർജ്ജസ്വലതയോടെയും ആവേശത്തോടെയും നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും. പലവിധ പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ അത്തരത്തിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതായ ആ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിനാൽ ഒപ്പമുള്ള വ്യക്തികൾക്കും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം, അഥവാ നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കും.
വീടിന്റെ തന്നെ ഭാഗ്യമായി മാറുവാൻ നിങ്ങൾക്ക് സാധിക്കും. ധനപരവും വിദ്യാവിജയവും കർമ്മവിജയവും വിവാഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീങ്ങുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. കാര്യവിജയങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. സാമ്പത്തികപരമായ തിരിച്ചടികൾക്ക് അല്പം ആശ്വാസം ലഭിക്കാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. തിരിച്ചു കിട്ടാനുള്ള പണം നിങ്ങൾക്ക് കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ അത് അല്പമാണ് എങ്കിൽ പോലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം ആരോഗ്യപരമായ കാര്യങ്ങളിലും നിങ്ങൾക്ക് തൃപ്തി നേടുവാൻ, സംതൃപ്തി നേടുവാൻ സാധിക്കും. പൊതുവെ ഈ സമയം അനുകൂലമാകുന്നു. ഈ സമയം ശനിദേവനെയും സാക്ഷാൽ മഹാദേവനെയും ഹനുമാൻ സ്വാമിയെയും ഭജിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും വിശേഷം. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ 6ാമത്തെ ഭാവാധിപനാണ് ശനി. കന്നി രാശിയുടെ 6ാമത്തെ ഭാവാധിപനാണ് ശനി എന്ന് മനസ്സിലാക്കുക. ഇവരുടെ 6ാമത്തെ ഭാവത്തിൽ തന്നെയാണ് ശനി നേർരേഖയിൽ സഞ്ചരിക്കുന്നതും എന്ന കാര്യവും ഓർക്കുക. അതിനാൽ തന്നെ ചില സവിശേഷമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതിൽ പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത് പലവിധ പ്രതിസന്ധികൾ, വിഷമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഇത് തരണം ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്ന വിഷമം നിങ്ങൾക്കുണ്ട് എങ്കിൽ മാറ്റങ്ങൾ വന്നു ചേരാം. വളരെ കാലമായി അലട്ടിയിരുന്ന ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കാനുള്ള അവസരങ്ങൾ തെളിയും. കൂടാതെ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്പമെങ്കിലും തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കരിയറുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. സാമ്പത്തികമായ നേട്ടങ്ങൾ, സാമ്പത്തികമായ ഉയർച്ച തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നേടിയെടുക്കുവാൻ സാധിക്കും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ, സാമ്പത്തികപരമായ ഉയർച്ച തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. നിങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. അധികാരികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം മനസ്സിനെ അലട്ടുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ ഒരു പരിധിവരെ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം കൂടിയാകുന്നു. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയങ്ങൾ നേടുക അഥവാ കാര്യവിജയം, സന്താനയോഗം തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. വിവാഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത്തരത്തിൽ വളരെ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാതെ ജീവിതത്തിലേക്ക് ശനിദേവന്റെ കടാക്ഷത്താൽ വന്ന് ഭവിക്കുന്നതായ സമയം തന്നെയാകുന്നു. അതിനാൽ തന്നെ ഈ സമയം പ്രത്യേകിച്ചും ശനിദേവനെയും മഹാദേവനെയും സാക്ഷാൽ ഹനുമാൻ സ്വാമിയെയും ഭജിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും.